മഹാബലിപുരത്ത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് 5 രഥാസ് അല്ലെങ്കിൽ പഞ്ചരഥാസ് ആണ്. അപ്പൊ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ബസ് സ്റ്റാൻഡിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം പോകേണ്ടത് ഈ പഞ്ചരഥാസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 2 കിലോമീറ്ററിന്റെ അടുത്ത് പോകേണ്ടി വരും. അപ്പം ഞാനേതായാലും നടക്കാനാണ് തീരുമാനിച്ചത്. ഇപ്പോ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇഷ്ടംപോലെ പല കൊത്തുപണികളുടെ കാഴ്ചകളും നമുക്ക് കാണാം. ഇവിടെയെല്ലാം ഇത് കുടിൽ വ്യവസായം പോലെ ഇങ്ങനെ വീടിന്റെ മുമ്പിൽ കൊത്തി വെച്ചിരിക്കുന്നത് കാണാം. അപ്പൊ ധാരാളം ആളുകൾ വന്ന് ഇവിടുന്ന് സാധനം വാങ്ങിപ്പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവിടെ വഴിയിൽ വെച്ചേക്കുന്ന പഞ്ചരഥാസിലേക്കുള്ള ഒരു ബോർഡുണ്ട്. അപ്പൊ ആ ബോർഡും കടന്ന് വീണ്ടും നടക്കുകയാണ്. ഇവിടെ ഒരു ബോർഡ് കാണാം, മഹാബലിപുരം പഞ്ചായത്തിന്റെ ഒരു ബോർഡാണ്. അപ്പൊ അതും കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഏതാണ്ട് പഞ്ചരഥാസിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ഏകദേശം 2 കിലോമീറ്ററോളം നടക്കുകയാണ് ചെയ്തത്. ഈ തമിഴ്നാട്ടിലൊക്കെ ഓട്ടോറിക്ഷ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണ്. 2 കിലോമീറ്ററിന് 200 രൂപയ്ക്കാണ് ചോദിക്കുക. അപ്പൊ അതൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ നടന്നങ്ങനെ പഞ്ചരഥാസിന്റെ അടുത്തെത്തി. വലിയൊരു ഫുട്ബോൾ മൈതാനം പോലെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു കോണിൽ കുറേ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണത്. അപ്പോ നമുക്ക് ഈ പഞ്ചരഥാസ് എന്താണെന്ന് ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം.